ഈ സെല്ലുകൾ എനർജൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നല്ല പവറുള്ള കുഞ്ഞുങ്ങളെ അമ്മ കോശങ്ങൾ പ്രസവിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ബാലൻസ്, നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചികിത്സിക്കേണ്ടത് രോഗലക്ഷണങ്ങളെയല്ല, മറിച്ച് രോഗത്തെയാണ്. പഞ്ചസാരയും ഷുഗറും ഡയബറ്റീസും ഇൻസുലിൻ റെസിസ്റ്റൻസും ന്യൂറോ റെസിസ്റ്റൻസും ഒരു അസുഖമേയല്ല. ഈ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുക എല്ലാ ദിവസവും. അത് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ 50 കിലോമീറ്ററോ ആവാം. പറ്റുമെങ്കിൽ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഒരു 50%. കാരണം നിങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതൊരു ബൈൻഡിങ് ആണ്. അപ്പം നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകളെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ഉണ്ട്. അതൊന്ന് വൈറ്റമിൻ D3 അല്ലെങ്കിൽ D25 എന്ന് പറയും. ഇത് നമ്മുടെ ബോഡി മെറ്റബോളിസം, നെർവ് സിസ്റ്റം, മസിൽ എക്സ്പാൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എനർജി തരുന്നത്. അതുപോലെ തന്നെയാണ് B1, B6, B12 എന്നിവ. ഇവരെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾ, നെർവിന്, ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നെർവ് സിസ്റ്റത്തിനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 4 പ്രധാനപ്പെട്ട വിറ്റമിൻസാണ്. ഈ വിറ്റാമിൻസും നമുക്ക് ഫ്രീ ആയിട്ട് 80% നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു. ബാക്കി 20% മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈ എനർജിയെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ആർട്ടിഫിഷ്യൽ മരുന്നിന് വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരളവും ഇന്ത്യയും ലോകം മുഴുവനും ആർട്ടിഫിഷ്യൽ ഫുഡിൻ്റെ പിന്നാലെ, ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ്റെ പിന്നാലെ പോകാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു അപഹസിക്കലാണ്, സ്വയം നമ്മുടെ ശരീരത്തെ ഉപേക്ഷിക്കലാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, ലവ് യുവർ സെൽഫ്. അതില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മൊത്തം യൂണിവേഴ്സിൽ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ഒരു 30 വീഡിയോസ് ഉണ്ട്, സമയം കണ്ടെത്തി ഈ വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വൈ ട്രാവലിംഗ് എന്ന ഒരു സെഷനിൽ കൂടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്?